അങ്ങനെ കഞ്ഞിയും പയറും ചമ്മന്തിയൊക്കെ കൂട്ടി ഒരു ഉച്ചക്കങ്ങട് ഒരു ഉച്ചയൂണ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ഉച്ച കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നേരെ ക്ലാസ്സിന് പോവാണ്. കഞ്ഞിയും പയറെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം വേണ്ടാന്നുള്ളൊരു തോന്നലാണ്. പക്ഷേ അത് കുടിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് എൻ്റെ പൊന്നോ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ വേഗം മാറ്റിയിട്ട് നമ്മളില്ല, ഞാൻ ഒറ്റക്കാണ്. കുടയും പിടിച്ചിട്ട് പൊരി വെയിലത്ത് നടക്കും. എന്താ കാഴ്ച നോക്കും, നല്ല രസമില്ല കാണാൻ വേണ്ടി. റോഡിലാണെങ്കിൽ ഒറ്റ കുഞ്ഞില്ല. നേരെ ക്ലാസ്സിൽ പോയി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നെസിക്ക് കുറച്ച് പെരുന്നാളായതുകൊണ്ട് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ മേടിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മൾ കോക്ടെയിൽ ഷോപ്പിൽ പോയിട്ട് ഒരു കോക്ടെയിൽ പറഞ്ഞു. ഇവിടെ വേറെ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ കോക്ടെയിൽ മാത്രമേ കുടിക്കുള്ളൂ. 70 രൂപയാണ്. അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ വേഗം ബസ്സൊക്കെ പിടിച്ച് നേരെ വീട്ടിലേക്കാണ്. വീട്ടിലെത്തിയിട്ട് ഇച്ചു ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. വേറെന്താണ്, ഇന്ന് ഇച്ചുവിൻ്റെ അച്ഛൻ വരുന്നുണ്ട്. ഏട്ടൻ വരുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ഇച്ചുവിനെ അതും കാറൊക്കെ കൊണ്ടുവരുന്നതുകൊണ്ട് ഇച്ചു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. അച്ഛനെ കണ്ടപ്പോൾ തന്നെ വേഗം ഓടിപ്പോയി എടുക്കലായോ. പിന്നെ രണ്ടാളും കൂടി ഭയങ്കര സ്നേഹമാണ്. ഏട്ടനാണെങ്കിലും ഇച്ചുവിനെ കാണാനായിട്ട് വരുന്നതാണ്. ഇവരുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് ഇടയ്ക്കൊരു അസൂയൊക്കെ തോന്നും കേട്ടോ. രണ്ടാളും ഭയങ്കര കളിയും ചിരിയും ഒക്കെയാണ്. അച്ഛനെ കണ്ടാൽ പിന്നെ ഇച്ചുവിന് പിന്നെ ഒന്നും പറയണ്ട. അങ്ങനെ ഇച്ചുവിൻ്റെ കാറും കളിപ്പാട്ടമൊക്കെ കണ്ടപ്പോഴേക്കും അവന് ഭയങ്കര സന്തോഷമായി. ഈ കാറാണെങ്കിൽ ഇപ്പോഴും ഇവൻ നിലത്ത് വെച്ചിട്ടില്ല കേട്ടോ. ഈ കാർ എടുത്തിട്ട് എന്നെ കളിക്കും. എവിടെ പോകുമ്പോൾ ഈ കാറ് വേണമെന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ അത്രയുള്ളൂ. ബൈ.